4 പിക്ചേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ചിലപ്പോൾ 3 ആയിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം. അതേപോലെ ഗ്ലാസിന്റെയും എയറിന്റെയും പെയർ ആണെങ്കിലും വാട്ടർ എയർ പെയർ ആണെങ്കിലും അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നുണ്ട്. പതന കോണിനേക്കാൾ കൂടുതലാണ് എന്തെന്ന് പറയുന്നത്, അപവർത്തന കോൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്, ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിട്ടുള്ളത്, ഇതിലേതിലാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് അല്ലെ, പൂർണ്ണാന്തര പ്രതിപതനം എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. ക്ലാസ് 9 ഫിസിക്സിൽ ഫുൾ മാർക്ക് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു പോകേണ്ട ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ റിഫ്രാക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന, എ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും ബി എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് പോകുന്ന ഒരു എന്ത് തന്നിട്ടുണ്ട്, നമ്മളുടെ റേ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മളോട് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ എ ബി എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ ചോദിക്കുന്നുണ്ടാവുക. അപ്പോ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള കാര്യം എയിലാണോ ബിയിലാണോ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ് അല്ലെങ്കിൽ കൂടുതൽ എന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ ഏതാണ് ഒപ്റ്റിക്കലി ഡെൻസർ അഥവാ പ്രകാശിക സാന്ദ്രത കൂടുതൽ ഏതിനാണ്, കുറവ് ഏതിനാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം കൂടെ ചേർത്തിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നിന്നാണ്. ഇതേപോലെ 4 പിക്ചേഴ്സ് നിങ്ങൾക്ക് തരും. ഓക്കെ, ചിലപ്പോൾ 3 ആയിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതേപോലെ ഗ്ലാസിന്റെയും എയറിന്റെയും പെയർ ആണെങ്കിലും വാട്ടർ എയർ പെയർ ആണെങ്കിലും അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ആദ്യം തന്നെ ചോദിക്കുന്ന കാര്യം ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ് അല്ലെ. ഇതാ ഇവിടെ വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ തന്നിട്ട് എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിലേതാണ് കറക്റ്റ് അല്ലാത്തത് എന്ന് ചോദിക്കാം. ചിലപ്പോൾ കറക്റ്റ് ഏതാന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്താ പറയാ, എന്താണ് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് പോകുന്നു. അവിടെ റിഫ്രാക്ഷൻ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് അല്ലെ. അതായത് പ്രകാശ മാധ്യമം എക്സിൽ നിന്ന് മാധ്യമം വൈയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് പതന കോണിനേക്കാൾ കൂടുതലാണ് എന്തെന്ന് പറയുന്നത്, അപവർത്തന കോൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്ന അതിന്റെ ഒരു റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ കണ്ടില്ലേ, ഡ്രോ ദ പാത്ത് ഓഫ് ലൈറ്റ് അല്ലെ, റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഏതിലാണ്, അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് സ്പീഡ് കൂടുതലായിട്ടുള്ളത്, എവിടെയാണ് സ്പീഡ് കുറവായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, നമുക്കറിയാം റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോഴും ഡെൻസർ നിന്ന് റെയറിലേക്ക് പോകുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. സോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുള്ളത്. അപ്പൊ ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത് പിക്ചർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് രണ്ട് മെറ്റീരിയൽസിന്റെ വായു മാധ്യമം 1, വായു മാധ്യമം 2 എന്ന് പറയുന്ന 2 രീതിയിലുള്ള പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് രണ്ടിലും നമുക്ക് സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതിൽ 20ഉം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അടുത്തതിൽ 30ഉമായിട്ടാണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ്, ഏത് മീഡിയത്തിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതലായിട്ടുള്ളത്, അതേപോലെ തന്നെ ഏതാണ് റെയർ ആയിട്ടുള്ള മീഡിയം, ഏതാണ് ഡെൻസർ ആയിട്ടുള്ള മീഡിയം, ഏതിനാണ് അപവർത്തന കോൺ കൂടുതൽ, അപവർത്തന ആംഗം കൂടുതലായിട്ടുള്ളത്, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിനാണ് കൂടുതലായിട്ടുള്ളത്, ഇങ്ങനത്തെ രീതിയിലുള്ള കണ്ടോ, വിച്ച് ഹാസ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ, പ്രകാശിക സാന്ദ്രത കൂടുതൽ ഏതിനാണ്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ലെറ്റസ്റ്റ് ആക്സസിലുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഇത് നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത ഇതുപോലത്തെ ഒരു ചോദ്യമുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് എന്തിൻ്റെയാണ് കുട്ടാ, റിഫ്ലക്റ്റേഴ്സിലെ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അല്ലെങ്കിൽ ഇതിൽ 3 പിക്ചേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ റിഫ്ലക്ടറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഗ്ലാസ് സ്ലാബിലൂടെ നമ്മുടെ ലൈറ്റ് കടന്നു പോകുമ്പോഴുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രിസത്തിലൂടെ നമ്മുടെ ലൈറ്റ് കടന്നു പോകുമ്പോഴുള്ള പിക്ചർ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ നോക്കുക, ഇതിലേതിലാണ് ടോട്ടൽ ഇന്റേണൽ
റിഫ്ലക്ഷൻ നടക്കുന്നത് അല്ലെ? പൂർണ്ണാന്തര പ്രതിപതനം എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ഏതിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെന്ന് ചോദിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, എന്താണ് റിഫ്രാക്ഷൻ എന്ന് എഴുതാനുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ, പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഓണം എക്സാമിന് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ വൺ ഷോട്ട് ലൈവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വൺ ഷോട്ട് ലൈവ് നിങ്ങൾ കാണുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ ലോക ബാച്ചിൽ ജോയിൻ ചെയ്യുക. 1499 ആണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.